മൊഡ്യൂൾ 4 തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയുള്ളത്. ഒരു ജസ്റ്റ് 7.5 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗന്ധർവൻ 2 ലെജൻഡ്സ് ആൻഡ് എ പെയിൻറ്റിംഗ് എന്നുള്ളൊരു ഷോർട്ട് ഡോക്യുമെൻ്ററി ആണ്. 2 ലെജൻഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് 2 ലെജൻഡായിട്ടുള്ള 2 ലെജൻഡ്സിനെയാണ്, അതായത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയെയും ശ്രീ മോഹൻലാലിനെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് അഖിൽ സത്യനാണ് ശരിക്കും പറഞ്ഞ ഈ ഡോക്യുമെൻ്ററി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ആരാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി? അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം അദ്ദേഹം തന്നെ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്, KM വാസുദേവൻ നമ്പൂതിരി എന്നാണ്. അതിങ്ങനെ അദ്ദേഹം പെയിൻറ് ചെയ്യുന്നതിൻ്റെ താഴെ അദ്ദേഹം അത് ഷോർട്ട് ഫോം ആക്കി നമ്പൂതിരി എന്നും പറഞ്ഞിട്ടാണ് എഴുതുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ താഴെ ആളുകൾ പെയിൻറ്റേഴ്സ് ആർട്ടിസ്റ്റുകൾ എഴുതുമല്ലോ പേര്, അവരുടേതായിട്ടുള്ളൊരു മാർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് താഴെ അദ്ദേഹം നമ്പൂതിരി എന്നാണ് എഴുതുന്നത്. സോ അങ്ങനെ പറഞ്ഞ് ആർട്ടിസ്റ്റ് നമ്പൂതിരി ആയിട്ട് മാറി. ഓക്കെ, അദ്ദേഹം പൊന്നാനിലാണ് ജനിച്ചത്. 2023 അദ്ദേഹം മരിച്ചത്. സോ ഹി വാസ് അഫെക്ഷനേറ്റ്ലി നോൺ ആസ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു പെയിൻറ്ററാണ്, സ്കൾപ്ചറാണ്, ഒരു ലിറ്റററി ഇല്ലസ്ട്രേറ്ററാണ്. അതായത് രേഖാചിത്രങ്ങളിലാണ് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ കാണുവാണെങ്കിൽ പണ്ടത്തെ ഈ കലാകൗമുദി അങ്ങനെയുള്ള മാഗസീൻസിലൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫിലിംസിനകത്തൊക്കെ ഉണ്ടല്ലോ, ഈ എസ്പെഷ്യലി പത്മരാജൻ്റെ ഒക്കെ ഫിലിംസിനകത്തൊക്കെ, അതായത് ഞാൻ ഗന്ധർവൻ എന്നുള്ള ഫിലിമിലൊക്കെ ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവൻ്റെ ആ ഒരു ഔട്ട്ലുക്കൊക്കെ ഇദ്ദേഹമാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഔട്ട്ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ വരച്ച് അങ്ങനെ ആ ഒരു ഗന്ധർവൻ്റെ ഇമേജ് കൊടുത്തത് ആ ഒരു ക്യാരക്ടറിന്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. സോ ആ ഒരു രേഖാചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നതിലാണ് ഇദ്ദേഹം ഏറ്റവും എക്സ്പ്രസീവ് ആയിട്ടുള്ള ലൈൻ സ്കെച്ചസ്, രേഖാചിത്രങ്ങൾ എന്ന് വെച്ചാൽ എക്സ്പ്രസീവ് ലൈൻ സ്കെച്ചസ് വരയ്ക്കുന്നതിൽ വളരെ ഫേമസ് ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക കോൺട്രിബ്യൂഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ആ സമയത്ത് ലീഡിങ് ആയിട്ടുണ്ടിരുന്ന മലയാളം റൈറ്റേഴ്സ് ആയിട്ടുള്ള MT വാസുദേവൻ നായർക്ക്, തകഴിയുടെ വർക്ക്സിന് എല്ലാം ഇദ്ദേഹം, അതായത് ഇവരുടെയൊക്കെ വർക്ക്സിൻ്റെ കൂടെ ഇദ്ദേഹം ഇല്ലസ്ട്രേഷൻസ് നടത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സൊക്കെ കാണുമല്ലോ നോവൽസിലെയും ഷോർട്ട് സ്റ്റോറിയിലെയൊക്കെ. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇല്ലസ്ട്രേഷൻസും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ആർട്ട് ഡയറക്ടറായിട്ട് ഉത്തരായനം എന്നുള്ള മലയാളം സിനിമയ്ക്ക് ആർട്ട് ഡയറക്ടറായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്തു. അതിന് അദ്ദേഹത്തിന് ഫിലിം അവാർഡ് കിട്ടി 1974. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൾപ്ചേഴ്സൊക്കെ ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള ആ ഒരു ലൈൻ സ്കെച്ചസ് ഉണ്ടല്ലോ, അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. രേഖാചിത്രങ്ങൾ ഒരുപാട് പ്രസ്റ്റീജിയസ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. രാജാ രവിവർമ്മ അവാർഡ്, ബാലസാഹിത്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇല്ലസ്ട്രേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാങ്കി ഫിഗേഴ്സ് വിത്ത് ലാർജ് ഐസ് എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈലിനെ പറയുന്നത്. ഭയങ്കര സ്ട്രോങ് ഇമോഷൻസ് ഇവോക്ക് ചെയ്യുന്ന ഫിഗേഴ്സ്, ലിറ്റററി ഫിഗേഴ്സാണ് ഇദ്ദേഹത്തിൻ്റേത്. പിന്നെ മിത്തോളജിക്കൽ തീംസും ഒക്കെ ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി ഇദ്ദേഹം ലോർഡ് കൃഷ്ണയുടെ സ്കെച്ചൊക്കെ എന്ന് വെച്ചാൽ വരച്ചിട്ടുള്ളത് വളരെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് എപ്പോഴും നമ്മൾ കാണുന്ന കൃഷ്ണനെ അല്ല, അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ഒരു വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൃഷ്ണനെയൊക്കെ ഇദ്ദേഹം വരച്ചിട്ടുണ്ട്. അടുത്ത അഖിൽ സത്യൻ ഒരു കണ്ടംപററി മലയാളം ഫിലിം മേക്കറും ഡോക്യുമെന്ററി ഡയറക്ടറുമാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഷോർട്ട് ഡോക്യുമെന്ററി ഗന്ധർവൻ 2 ലെജൻഡ്സ് ആൻഡ് എ പെയിന്റിംഗ് എന്നുള്ളത് 2021 ഇറക്കിയതാണ്. അതിനകത്ത് ആക്ടർ മോഹൻലാലും ആർട്ടിസ്റ്റ് നമ്പൂതിരിയും തമ്മിലുള്ള ഒരു കൊളാബറേഷനും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പുമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹം സ്റ്റോറി ടെല്ലിംഗ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അഖിൽ സത്യൻ്റെ ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു പോയേക്കുന്നത്. ഹ്യൂമൻ കണക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഗന്ധർവൻ എന്നുള്ളൊരു പെയിൻറ്റിങ് എങ്ങനെയാണ് ഇത് വന്നതെന്നും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പെയിൻറ്റിങ് വന്നതെന്നും, ആ ഒരു ക്രിയേഷൻ്റെ കാര്യവും, ഗന്ധർവൻ എന്നുള്ളതിൻ്റെ ആ ഒരു മിത്തോളജിക്കലായിട്ടുള്ള കണക്ഷനും, ആ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പുമാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആരാണ് ഗന്ധർവൻ എന്നൊന്ന് അറിഞ്ഞിരിക്കും. മിത്തോളജിയിൽ ഗന്ധർവൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സെലസ്റ്റിയൽ ബീയിങ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ്സ് എന്നാണ് പറയുന്നത്. വളരെ എക്സ്ട്രാ ഓർഡിനറി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുകൾ, ബ്യൂട്ടിയുള്ള മ്യൂസിക്കൽ ടാലൻ്റ് ഉള്ള ഇതിനെയാണ് നമ്മൾ ഗന്ധർവൻ എന്ന് പറയുന്നത്. ഡിവൈൻ മ്യൂസീഷ്യൻസ് ആണ് ഗന്ധർവന്മാരെന്ന് പറയുന്നത്. അതായത് ലോർഡ് ഇന്ദ്രൻ്റെ കോർട്ടിലെ, അതായത് സ്വർഗത്തിൽ ഈ ദൈവങ്ങളെ മ്യൂസിക് കൊണ്ടും ഡാൻസ് കൊണ്ടും എൻ്റർടൈൻ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഗന്ധർവന്മാരെന്ന് പറയുന്നത്. അവർക്കൊരു കൈൻഡ് ഓഫ് റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു ഡിവൈൻ നേച്ചറാണ് ഉള്ളത്. അവരെപ്പോഴും ലവ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവർ ഗോഡ്സും ഹ്യൂമൻസും തമ്മിൽ മെസ്സഞ്ചേഴ്സ് ആയിട്ടും ഗന്ധർവന്മാർ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
പിന്നെ ഗന്ധർവന്മാരെ കാമദേവനുമായിട്ട്, അതായത് ഗോഡ് ഓഫ് ലവ് ആയിട്ടും ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഗന്ധർവൻ എന്നുള്ള ഈ ഒരു പെയിന്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ മിത്തോളജിക്കൽ എലിമെന്റ്സ് ഇൻ ദ പെയിന്റിംഗ് ഗന്ധർവൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മോഹൻലാൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ കാണാൻ പോവുകയാണ്. അപ്പം അവിടെ ചെന്നിട്ടുണ്ടായ ഒരു കോൺവെർസേഷനാണ് ഇതിനകത്ത് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഇങ്ങനെ പറയുവാണ്, മോഹൻലാൽ ഒരു ദിവസം എന്നെ കാണാൻ വന്നു, ആൻഡ് എൻ്റെ ആക്ച്വൽ നെയിം എന്ന് പറയുന്നത് വാസുദേവൻ എന്നാണ്. ആൻഡ് ഇദ്ദേഹം ചെന്നൈയിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു കോളനി ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം. ആ കോളനിയുടെ പേരാണ് ചോളമണ്ഡൽ ആർട്ടിസ്റ്റ് കോളനി എന്ന് പറയുന്നത്. സോ അവിടെയൊക്കെ ഇദ്ദേഹം പോയി താമസിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം ആര് വന്നു, ഒരു കാറ് വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരി അവിടെ താമസിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരാൾ ഇറങ്ങി വരുന്നു. അതാരാണ്? ദാറ്റ് വാസ് മോഹൻലാൽ. അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ കാറിനകത്തിരുന്ന് ഒരാളുടെ അടുത്ത് ഇൻ്റർവ്യൂ പോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് വാസ് എ ഫസ്റ്റ് ടൈം. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് എനിക്ക് തോന്നുന്നു മോഹൻലാൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി മോഹൻലാലിനെ കാണുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ഫസ്റ്റ് മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സോ ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ മോഹൻലാൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കുറച്ച് സ്നിപ്പറ്റ്സ് ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതായത് പിന്നെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഓരോ ഫിലിംസ് വരുമ്പോഴും ഇങ്ങനെ പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സ്കെച്ച് ചെയ്യാറുണ്ട് ഇടയ്ക്കെന്ന് പറയുന്നുണ്ട്. അതായത് കാഷ്വലായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അതായത് വളരെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം ചിലപ്പോൾ സ്കെച്ച് ചെയ്യാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ശ്രദ്ധ അവിടെ തന്നെ ആയിരിക്കും. എല്ലാം അറ്റൻഷൻ പേ ചെയ്യുമെങ്കിലും എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് മോഹൻലാലും സ്കെച്ച് ചെയ്യുന്ന കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി ഇദ്ദേഹം മോഹൻലാൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ അടുത്ത് ചോദിക്കുവാണ്, കോഴിക്കോട് പോകാൻ വരുന്നു എന്ന് ചോദിക്കുന്നു. ആൻഡ് അവിടെ വെച്ചിട്ട് അദ്ദേഹം എന്താണ് ഒരു രാത്രിയാണ്. അപ്പോൾ ലൈറ്റ് എല്ലാം ഓൺ ആക്കിയിട്ട് ഒരു കാറിനകത്ത് ഇരിക്കുവാണ് ഇവർ രണ്ടുപേരും കൂടെ. അപ്പോൾ ആരോ മോഹൻലാലിനെ റെക്കഗ്നൈസ് ചെയ്തു ആ സമയത്ത്. അങ്ങനെ ഹ്യൂജ് ക്രൗഡായി കാറിൻ്റെ ചുറ്റിനും. ആൻഡ് ആഫ്റ്റർ എ വൈൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സീറ്റിൽ അങ്ങ് കിടക്കുകയാണ് ചെയ്തത് എന്നുള്ള ഒരു രസകരമായ ഒരു സംഭവം ഇതിന് നമ്പൂതിരി പറയുന്നു. ആൻഡ് പിന്നെ മോഹൻലാൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പൂതിരി അറിയാം, ആർട്ടിസ്റ്റ് നമ്പൂതിരി എനിക്ക് നേരത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് വളരെ അൺബിലീവബിൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് എന്നാണ് മോഹൻലാൽ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പെയിൻറ്റിങ് എനിക്ക് വരച്ചു തരണേ എന്ന് പറയുവാണ്. അപ്പോൾ ആ സമയത്ത് മോഹൻലാൽ നമ്മുടെ ആദി ശങ്കരാചാര്യയുടെ സൗന്ദര്യ ലഹരി വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബുക്ക് ഇത് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പെർട്ടിക്കുലർ വേർഡ്സ്, അതായത് അതിനകത്തുള്ള 2 വരി മോഹൻലാലിനെ അതിശയിപ്പിക്കുകയും അതൊന്ന് പെയിൻറ്റിംഗ് ആക്കി തരാമോ എന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ അടുത്ത് പോയി ചോദിക്കുവാണ്. അതായത് ആദി ശങ്കരാചാര്യയുടെ ബുക്കായിട്ടുള്ള സൗന്ദര്യ ലഹരിയിലെ 2 വരി ഒന്ന് പെയിൻറ്റിംഗ് ആക്കി തരുമോ എന്ന് മോഹൻലാൽ ചോദിക്കുവാണ്. അതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൻ്റെ മീനിങ് എല്ലാം കൂടി ഉൾക്കൊണ്ട് ഒരു പെയിൻറ്റിംഗ് വേണം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, മോഹൻലാൽ ചെന്നിട്ട് ഈ 2 വരി ആരുടെ കയ്യിൽ കൊടുക്കുകയാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കയ്യിൽ കൊടുക്കുന്നു. അത് വായിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു റിമാർക്സ് ഒന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പാടാണല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. 5 വർഷം എടുത്തു ആർട്ടിസ്റ്റ് നമ്പൂതിരി അത് കംപ്ലീറ്റ് ചെയ്യാൻ. ബിക്കോസ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ കയറി അങ്ങ് വരത്തില്ലല്ലോ. കുറച്ച് സമയം അതിൻ്റേതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈം എല്ലാം കൂടെ ചെയ്ത് ആ സമയത്ത് മോഹൻലാൽ വാനപ്രസ്ഥം എന്നുള്ള മൂവി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആർട്ടിസ്റ്റ് നമ്പൂതിരി ഈ മോഹൻലാലിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പെയിൻറ്റിങ്ങിൻ്റെ കാര്യമൊന്നും ഇതുവരെ ചോദിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കൾക്ക് എപ്പോഴാണോ സമയം റൈറ്റായിട്ട് തോന്നുന്നത് പെയിൻറ്റിങ് ചെയ്യാൻ, അപ്പോൾ പെയിൻറ്റിങ് തരിക എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കാലിക്കറ്റിൽ നിന്ന് ഇദ്ദേഹം വിളിക്കുവാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി പറയുന്നു, ഞാൻ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ആ പെയിൻറ്റിങ് ഫിനിഷ് ചെയ്തതെന്ന് നമ്പൂതിരിയും പറയുന്നുണ്ട്. അങ്ങനെ ലാലിൻ്റെ വീട്ടിൽ റീസെൻ്റായിട്ട് ഇദ്ദേഹം പോവുകയാണ്. അപ്പം ആ സമയത്ത് പോയ സമയത്ത് ഇദ്ദേഹം മോഹൻലാലിൻ്റെ വീട്ടിൽ ആ ഒരു പെയിൻറ്റിങ് കാണുകയാണ് ചെയ്തത്. അങ്ങനെ അതായത് ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച പെയിൻറ്റിങ് മോഹൻലാൽ അവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് കണ്ടപ്പം ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അതൊരു കൈൻഡ് ഓഫ് അച്ചീവ്മെൻറ്റ് പോലെയാണല്ലോ. അദ്ദേഹം വരയ്ക്കാൻ പറഞ്ഞു, അത് വരച്ചു, അതവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് കണ്ടപ്പോൾ. ആൻഡ് അദ്ദേഹം ഈ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഈ പെയിൻറ്റിങ് കണ്ടപ്പോൾ ചോദിച്ചതെന്ന് വെച്ചാൽ, ഇത് ഞാൻ തന്നെ വരച്ചതാണോ എന്ന് ചോദിക്കുവാണ് വളരെ ഷോക്ക്ഡായിട്ട്. അങ്ങനെ മോഹൻലാലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഒരു കൈൻഡ് ഓഫ് റെവലേഷൻ പോലെ ആയിരുന്നു. അതൊരു വലിയൊരു ഗ്രേറ്റ് മൊമെൻ്റ് ആയിട്ടാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് അത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, മോഹൻലാലിന് ഒരു ഗന്ധർവൻ്റെ ഒരു പെയിൻറ്റിങ് വരച്ചു തരുമോ എന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ അടുത്ത് ഇദ്ദേഹം ചോദിക്കുവാണ്. അപ്പോൾ മോഹൻലാൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ കുറച്ച് ഇമേജസ് ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ അത് ഇന്ന രീതിയിൽ അദ്ദേഹം ആളുകളെ കൊണ്ട് വരപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരു ഗന്ധർവൻ്റെ ഇമേജ് വേണമെന്ന് തോന്നി. അങ്ങനെ ഇദ്ദേഹം ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ അടുത്ത് ഗന്ധർവൻ്റെ ഇമേജ് വരച്ചു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ
ഗന്ധർവൻ്റെ ഇമേജ് എന്ന് പറയുമ്പം അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് വെച്ചൊരു കാമദേവൻ, അതായത് ഹിന്ദു ഗോഡ് ഓഫ് ലവ് ആൻഡ് ലസ്റ്റ്. ആ ഒരു അതേ കാമദേവന് ഒരു ഫിസിക്കൽ ഫോം ഇല്ല, അദ്ദേഹം അരൂപിയാണെന്നാണ് പറയുന്നത്. സോ നമ്മുടെ നമ്പൂതിരി എന്ത് ചെയ്തു, വരയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കാമദേവനെ വരച്ച് വന്നപ്പോൾ അതൊരു ഗന്ധർവൻ്റെ ഫോമായിട്ട് വന്നു, ഒരു പിക്ചർ പോലെ വന്നു. അതാണ് ഗന്ധർവൻ 2 ലെജൻഡ്സ് ആൻഡ് എ പെയിൻറ്റിംഗ് എന്ന് നമ്മുടെ ഇതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് അതിനുശേഷം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ നമ്പൂതിരിയെ പോയി കാണുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, അങ്ങനത്തുള്ള വീഡിയോ ആണ്. പിന്നെ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മോഹൻലാലിനെ ഒരു പെയിൻറ്റിങ് കാണിക്കുകയാണ് ഇദ്ദേഹം. അങ്ങനെ മോഹൻലാൽ ഭയങ്കര ഷോക്ക്ഡായിട്ട് നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നു. ആ ഗന്ധർവൻ്റെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി കോൺസെപ്റ്റൊക്കെ നമ്പൂതിരി പറയുവാണ്. അദ്ദേഹം ഹെവനിലും അല്ല എർത്തിലും അല്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗന്ധർവൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി അട്രാക്റ്റീവായിട്ടിരിക്കണം. അപ്പോൾ നമ്പൂതിരി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മോഹൻലാൽ പറയുകയാണ്, വരച്ചു കഴിഞ്ഞപ്പോൾ ഗന്ധർവൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഫേസുമായിട്ട് റിസംബ്ലൻസ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ തമാശ പറഞ്ഞൊക്കെ ചിരിക്കുകയാണ് ആ വീഡിയോയ്ക്കകത്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസ്, ഫാമിലി കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്, അങ്ങോട്ട് വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് ആരെയൊക്കെയോ. അപ്പോൾ ഇതൊരു ലൈഫ് സൈസ്ഡ് പെയിൻറ്റിംഗ് ആയിട്ടാണ് ആര് പറയുന്നത്, മോഹൻലാൽ പറയുന്നത്. അതായത് ഒരുപാട് ആളുകൾ ഇൻക്ലൂഡിങ് ആർട്ടിസ്റ്റുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മദ്രാസിലെ വീടൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, മോഹൻലാൽ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ആർട്ട് വസ്തുക്കളുമായിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു ഇതുണ്ട്, ഒരു പാഷനുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആര് വീട്ടിൽ വന്നാലും ആദ്യം ചോദിക്കുന്നത് ഇതാരാണ്, അതായത് ഈ ഗന്ധർവൻ്റെ പടം ആരാണ് വരച്ചതെന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് അതിനൊരു ഡീറ്റെയിലിംഗ്, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി ഈ ഒരു പെയിൻറ്റിങ്ങിനകത്തുണ്ടെന്നാണ് മോഹൻലാൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് വളരെ നല്ല രീതിയിലുള്ള പെയിൻറ്റും നല്ല രീതിയിലുള്ള കളേഴ്സും വളരെ സറ്റിലായിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മിസ്റ്ററി, ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഹ്യൂജ് ബ്ലെസ്സിങ് ആയിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ്ങിനെ കാണുന്നതെന്ന് പറയുന്നു. ആൻഡ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് തീരുന്നത്. അപ്പം നമ്പൂതിരിയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് ബിഗ് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയും പറയുന്നത്. ബിക്കോസ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നതാണ്, അക്സെപ്റ്റ് ചെയ്തു, അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ആ വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതെന്താണ്, അതൊരു അക്സെപ്റ്റൻസ് ആണ്. അപ്പം അതുകൊണ്ട് വെച്ചു. അപ്പോൾ അപ്പം ആ ഒരു കൈൻഡ് ഓഫ് ഇതെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം അതാണ് ഇതിനകത്ത് പറയുന്ന ഈ ഒരു ഡോക്യുമെൻ്ററിക്കകത്ത് ഈ ഒരു കാര്യമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, ഈ ഡോക്യുമെൻ്ററി കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റ് നമ്പൂതിരിയും നമ്മുടെ ശ്രീ മോഹൻലാലും തമ്മിലുള്ള ആ ഒരു ഫസ്റ്റ് മീറ്റിങ്ങിനെ കുറിച്ചും അവർ തമ്മിലുള്ള മ്യൂച്വൽ അഡ്മിറേഷനെ കുറിച്ചും അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്. ആൻഡ് മോഹൻലാൽ ഈ ഡോക്യുമെൻ്ററിക്കകത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേർണി ആസ് എൻ ആർട്ട് കളക്ടർ, അതായത് ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. കസ്റ്റോഡിയൻ ഓഫ് ആർട്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലാതെ കളക്ട് ചെയ്യുന്നു എന്നല്ല. ഇപ്പോൾ സൗന്ദര്യലഹരി വായിച്ച കാര്യമൊക്കെ പറയുന്നു, ആ ടെക്സ്റ്റ് ഇതുപോലെ വരച്ച് കാണിച്ച കാര്യം പറയുന്നു. ഒരു ലൈഫ് സൈസ് പെയിൻറ്റിംഗ് എന്നാണ് ഗന്ധർവനെ ഇദ്ദേഹം ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു മിത്തോളജിക്കലായിട്ടുള്ള സെലസ്റ്റിയൽ ബീയിങ്ങിനെ വരച്ചു എന്നുള്ള രീതിയിൽ പറയുന്നു. 96 വയസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗന്ധർവനെ വരയ്ക്കുന്നത് ആര്, നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി. അപ്പോൾ കോൺവെർസേഷനിലൂടെയും ഈ ഒരു ഷെയർഡ് മൊമെൻറ്റ്സിലൂടെയൊക്കെ ആ ഒരു അഫെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ എന്ന് പറയുന്നതിനകത്ത് ഓൺലി ഇറ്റ് ഹാസ് ലവ്, അതിനകത്ത് വേറൊരു ഇമോഷനും ഇല്ല, ആ ഒരു പാഷനും ലവുമാണ് ഉള്ളത് ഫോർ ആർട്ട്. ആൻഡ് ഇവർ തമ്മിലുള്ള ആ ഒരു കൈൻഡ് ഓഫ് അഡ്മിറേഷനും ഫ്രണ്ട്ഷിപ്പും. ഒരു ആർട്ട് ഫിലിം പോലെയല്ല, ഇത് രണ്ട് ആർട്ടിസ്റ്റുകൾ, രണ്ട് ഡിഫറെൻറ്റ് ഫീൽഡിലുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് വന്ന് അവരവരുടെ പാഷനോടുള്ള ആ ഒരു റെസ്പെക്റ്റും അത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്പൂതിരിയുടെ ആ ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്പൂതിരിയുടെ ആർട്ടിസ്ട്രി ലേറ്റ് ലൈഫിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. ആൻഡ് മോഹൻലാൽസ് റോൾ ആസ് എ പേട്രൺ, അതായത് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടുമുള്ള മോഹൻലാലിൻ്റെ റോള് അതാണ് നമ്മളിതിനകത്ത് കാണുന്നത്. അപ്പോൾ വളരെ ഇവൊക്കേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിനകത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവൻ്റെ ഇത് മാത്രമല്ല കാണിക്കുന്നത്, ഒരു എന്താ പറയുക, രണ്ട് ഫീൽഡിലുള്ള രണ്ട് ക്രിയേറ്റീവായിട്ടുള്ള ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ളൊരു കൈൻഡ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡോക്യുമെൻ്ററിയെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്പൂതിരിയുടെ ഈ ഒരു ഗന്ധർവനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗന്ധർവൻ ഹാൻസം മാത്രമല്ല, ഒരു ഡിവൈൻ ഓറയുണ്ട്, ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം അദ്ദേഹം ആ ഒരു പിന്നെന്താണ് നല്ല ഒരു എക്സ്പ്രസീവായിട്ടുള്ള പെയിൻറ്റിങ്ങിലൂടെ അദ്ദേഹം അത് പോർട്രേ ചെയ്തിരിക്കുവാണ്, ബ്യൂട്ടിഫുള്ളി ബാലൻസ് ചെയ്തിരിക്കുവാണ്. ഗന്ധർവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎർത്തലി ബീയിങ്സ് ആണ്, ഇവിടെ ഉള്ളവരല്ല, എർത്തലി ബീയിങ്സ് അല്ല, ഭൂമിയിലുള്ളവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വിഷ്വൽ എക്സ്പ്ലറേഷൻ ഇതിനകത്ത് നമുക്ക് നടത്താൻ സാധിക്കും.
പിന്നെ ഈ പെയിൻറ്റിങ്ങിനകത്ത് ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ അത് ഒരു ഇച്ചിരി എന്താ പറയുക, നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് വരയ്ക്കാവുന്ന രീതിയിൽ, അതായത് അങ്ങനെയാണ് നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് കാമദേവൻ്റെ മിത്തോളജിയെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. ഗന്ധർവനാണെങ്കിലും കാമദേവാണെന്നുണ്ടെങ്കിലും ബോത്ത് സിംബലൈസ് എന്താണ്, ഡിസയർ, ബ്യൂട്ടി, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്പൂതിരിയുടെ ഗന്ധർവനകത്തും ഒരു ഡിവിനിറ്റി ഉള്ളതും സ്പിരിച്വാലിറ്റി ഉള്ളതും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊരു ഗന്ധർവൻ എന്നുള്ള പെയിൻറ്റിങ് ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ളൊരു മീറ്റിംഗ് അല്ലെങ്കിൽ കൊളാബറേഷൻ വഴിയൊരുക്കി. മോഹൻലാലിന് ബ്യൂട്ടിയിലും മിത്തോളജിയിലും ഉള്ളൊരു ഫിലോസഫിക്കൽ ഇൻട്രസ്റ്റും നമ്പൂതിരിയുടെ ആ ഒരു ആർട്ടിസ്റ്റിക് ജീനിയസ് പ്ലസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമാജിനേറ്റീവ് പവർ, അതാണ് നമ്മൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്.